നമസ്കാരം, മാസ്റ്റർ ഡ്രൈവിംഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൽ എങ്ങനെ വണ്ടി എടുക്കാം, കൂടാതെ റിവേഴ്സ് പാർക്കിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ സബ്സ്ക്രൈബറുടെ ഇതനുസരിച്ച് റിക്വസ്റ്റ് അനുസരിച്ച് ആ വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക് ഡ്രൈവിംഗ് പഠനത്തിൽ 1 by 1 ആയിട്ട് കറക്റ്റായി എടുക്കാമെന്ന് വിചാരിച്ചാൽ ഡയറക്റ്റ് ഹാഫ് ക്ലച്ചും റിവേഴ്സ് പാർക്കിങ്ങും അവർക്ക് അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ അത് കാണിച്ച് അതിന് ശേഷം നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ബേസിക് പഠനങ്ങൾ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ച് എങ്ങനെ എടുക്കാം എന്നുള്ളതും റിവേഴ്സ് പാർക്കിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ വണ്ടി നിൽക്കുന്നത് അത്യാവശ്യം നല്ലൊരു കയറ്റത്തിലാണ് വണ്ടി നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഈ കയറ്റത്തിൽ വെച്ചാണ് ഹാഫ് ക്ലച്ച് എങ്ങനെ എടുക്കാമെന്നുള്ളത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, 2024 ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഹാഫ് ക്ലച്ചും റിവേഴ്സ് പാർക്കിങ്ങും യൂ ടേണും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഹാഫ് ക്ലച്ച് കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മൾക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിങ്ങും യൂ ടേൺ എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന സമയത്ത് കൃത്യമായി കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആ വീഡിയോയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഈ ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹാഫ് ക്ലച്ച്, ഗ്രേഡിയൻ ടെസ്റ്റ്, പിന്നെ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പേര് മാത്രം ഡിഫറൻ്റ് ഉള്ളൂ. ഇതിൻ്റെ മെത്തേഡുകൾ എല്ലാം സെയിം മെത്തേഡാണ്. ഇത് കൃത്യമായി നോക്കി വീക്ഷിച്ച് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഹാഫ് ക്ലച്ച് കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഹാഫ് ക്ലച്ച് എടുക്കുന്ന സമയത്ത് ആദ്യം ഗിയർ ഫസ്റ്റിലോട്ട് ഇടുക. എപ്പോഴും ഹാഫ് ക്ലച്ച് എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയറാണ് ഉപയോഗിക്കേണ്ടത്. പലവരും പറയും ഏത് ഗിയറിലാണ് നമുക്ക് ഹാഫ് ക്ലച്ച് എടുക്കേണ്ടത്, കയറ്റത്ത് നിർത്തി എടുക്കുമ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇടാവോ, തേർഡ് ഗിയർ ഇടാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ കൃത്യമായി ഫസ്റ്റ് ഗിയറിൽ മാത്രമേ നമ്മൾ ഹാഫ് ക്ലച്ച് എടുക്കാൻ പാടുള്ളൂ. ആദ്യം ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം നോക്കിക്കോളൂ. ഞാനിപ്പോൾ ഈ ക്ലച്ചും ബ്രേക്കും പെഡലുകൾ അമർത്തി പിടിച്ചിട്ടുണ്ട്. ആദ്യം ക്ലച്ച് റിലീസ് ചെയ്യുക. ക്ലച്ച് വളരെ പതുക്കെ വേണം റിലീസ് ചെയ്യാൻ. സ്ലോലി കാലിൻ്റെ ഉപ്പൂറ്റി താഴെ കുത്തിക്കൊണ്ട് വിരലുകൾ മാത്രം റിലീസ് ചെയ്യുക. ഏകദേശം റിലീസ് ചെയ്യുന്ന സമയത്ത് സെൻറ്റർ പോയിൻ്റ് എത്തുമ്പോൾ അവിടെ ക്ലച്ച് റിലീസ് ചെയ്ത് സെൻറ്ററിലെത്തുന്ന സമയത്ത് വണ്ടി വൈബ്രേഷൻ ആവാൻ തുടങ്ങും. ആ വൈബ്രേഷൻ ആവുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിൽ ആദ്യം കാലെടുക്കുന്നു. ആക്സിലേറ്റർ സാധാരണ രീതിയിൽ ഫസ്റ്റ് ഗിയറിട്ട് മൂവ് ചെയ്യുന്ന സമയത്തുള്ള ആക്സിലേറ്ററിനേക്കാളും കൂടുതൽ ആക്സിലേറ്റർ ലൈറ്റായിട്ട് കൂട്ടിക്കൊണ്ട് വളരെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക. ഇതാണ് ഹാഫ് ക്ലച്ച് മെത്തേഡ്. നമ്മൾ ഹാഫ് ക്ലച്ച് മെത്തേഡ് കണ്ടു. എന്താണ് ഹാഫ് ക്ലച്ച് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും അമർത്തുന്നു. ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് സെൻറ്റർ പോയിന്റ് എത്തുമ്പോൾ വണ്ടി വൈബ്രേഷൻ ആവുമ്പോൾ ഉടൻ തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലേറ്റർ കൊടുക്കുക. ആക്സിലേറ്റർ കുറച്ച് കൂടുതൽ കൊടുക്കണം. നോർമൽ ആക്സിലേറ്റർ അല്ല, കുറച്ചധികം കയറ്റം ആയതുകൊണ്ട് കുറച്ചധികം ആക്സിലേറ്റർ കൊടുക്കുക. ആക്സിലേറ്റർ കൊടുത്തതിന് ശേഷം മാത്രമേ ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഹാഫ് ക്ലച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഹാഫ് ക്ലച്ച് മെത്തേഡ് ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ദിവസം മുതൽ തന്നെ തുടങ്ങിയാൽ മാത്രമേ നമ്മൾക്ക് ഇമ്പ്രൂവ് ആയി വരുള്ളൂ. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഈ മെത്തേഡ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തതിന് കിട്ടില്ല. ഒരു ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5-10 പ്രാവശ്യം ആ കയറ്റത്ത് നിർത്തി വീണ്ടും എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. ആദ്യമൊക്കെ തെറ്റുമായിരിക്കും, തെറ്റി പിന്നെ ശരിയിലേക്ക് വരും. അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഈ ഹാഫ് ക്ലച്ച് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സിമ്പിളായിട്ട് ഹാഫ് ക്ലച്ച് മെത്തേഡ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻ്റ് ആയിരിക്കും അടുത്ത വീഡിയോകളായിട്ട് വരുന്നത്. താങ്ക് യു.